ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 59.12% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന പോളിംഗ് പശ്ചിമ ബംഗാളിലാണ് 78.19%. ഏറ്റവും കുറവ് ജമ്മു കാശ്മീരിൽ 52.28%. ബീഹാറിൽ 53.46%, ഹരിയാനയിൽ 58.44% പേർ വോട്ട് രേഖപ്പെടുത്തി. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ 54.59%, ജാർഖണ്ഡിൽ 62.87%, ഒഡീഷയിൽ 60.07%, ഉത്തർപ്രദേശിൽ 54.03% പോളിംഗ് ശതമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ വോട്ട് ചെയ്തു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹോസ് ഖാസ് എൻക്ലേവിലെ MCD പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിനായുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും 57 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ജൂൺ 1 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 904 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ പാട്ലിപുത്ര, കാരാകാട്ട്, ബക്സർ, ഉത്തർപ്രദേശിലെ ഗാസിപൂർ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തി. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തിയത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പഞ്ചാബിലെ അമൃത്സറിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 33 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. CRPF DIGക്കും ജില്ലാ പോലീസ് മേധാവിക്കും മുൻപാകെയാണ് ഇവർ കീഴടങ്ങിയത്. പല നക്സലൈറ്റ് ആക്രമ സംഭവങ്ങളിലും കുറ്റാരോപിതരാണിവർ. കീഴടങ്ങിയവരിൽ 5 ലക്ഷം ഇനാം പ്രഖ്യാപിച്ച 3 മാവോയിസ്റ്റുകളും ഉൾപ്പെടുന്നു. കീഴടങ്ങൽ പുനരധിവാസ നയപ്രകാരം കീഴടങ്ങിയവർക്ക് 25,000 രൂപ വീതം നൽകി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടരുന്നതിനാൽ കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണം. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ കേരള, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, കൊങ്കൺ, ഗോവ, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള ഘട്ടങ്ങളിലെ പോളിംഗ് സംബന്ധിച്ച സമ്പൂർണ്ണ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് വ്യക്തമാക്കി. പോളിംഗ് കണക്കുകളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനാവില്ല എന്ന സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഏപ്രിൽ 19 1ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും കൃത്യവും സുതാര്യവും നിയമാനുസൃതവുമായാണ് പുറത്തുവിട്ടതെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പോളിംഗ് കണക്കുകൾ പൊതുജനങ്ങൾക്ക് അറിയാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വോട്ടേഴ്സ് ടേൺ ഔട്ട് ആപ്പ് എന്ന സംവിധാനവും കമ്മീഷൻ നവീകരിച്ചിട്ടുണ്ട്. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ പ്രവേശിച്ചു. തായ്ലൻഡ് താരത്തെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ മുന്നേറ്റം. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. നാളെ രാത്രി 7:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കർഷകർക്ക് കാർഷിക ഉൽപ്പന്ന വിപണനത്തിനായി പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിക്കുമെന്നും ഇതിനായുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന നടപടികൾ പൂർത്തിയായി വരുന്നതായും മന്ത്രി P. പ്രസാദ്. കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷന്റെ 58ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മേലുകര റാന്നി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുതമൺ പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക പാതയിൽ അതിതീവ്രമായ മഴയെ തുടർന്ന് വെള്ളം ഉപരിതലത്തിൽ കൂടി ഒഴുകുന്നതിനാൽ അതുവഴിയുള്ള ഗതാഗതം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചു. കോട്ടയത്ത് ഏറ്റുമാനൂർ തലയോലപ്പറമ്പ് റോഡിൽ പെട്രോൾ ടാങ്കറിന് തീപിടിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തീപിടിച്ചത്. ടാങ്കറിന്റെ മുൻഭാഗം മുഴുവനായും തീ പടർന്നു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്ന ലോറിക്കാണ് തീപിടിച്ചത്.
കണ്ണൂർ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ഈ വർഷം ഇതുവരെ 150ഓളം മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചപ്പാരപ്പടവ് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത കേസുകൾ വർദ്ധിക്കുന്നതിനാൽ പ്രദേശത്ത് ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.